നടപടി എടുക്കുന്നതാണ്. അല്ല, ഞാനിപ്പോൾ VR അനൂപ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അല്പസമയം മുമ്പ് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുകയാണ്, ശൈലജ ടീച്ചറുടെ പടം വെച്ചിട്ട് വർഗീയ ടീച്ചർമ്മ എന്ന തലക്കെട്ടിൽ. ഈ നിലയ്ക്കുള്ള ഒരു സമീപനമാണോ ആരോഗ്യകരമായ ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്കകത്ത് സ്വീകരിക്കേണ്ടത്? ഇപ്പോൾ KK ശൈലജ ടീച്ചറെ വർഗീയ ടീച്ചർമ്മ എന്ന് വിളിച്ചാൽ അത് കേരളത്തിന് കുറച്ച് ഡൈജസ്റ്റ് ആവാൻ പ്രയാസമുള്ള സംഗതിയാണ്. ഷാഫി പറമ്പിലെയും അങ്ങനെ വിളിക്കാൻ പാടില്ല. ഷാഫി പറമ്പിൽ മതനിരപേക്ഷതയ്ക്ക് അപ്പുറം പോയിട്ട് വർഗീയമായ സമീപനം സ്വീകരിക്കുന്നു എന്ന് നമുക്ക് പൊതുവിൽ പറയാൻ കഴിയില്ലോ. അയാൾക്ക് നേരിട്ട് പങ്കാളിത്തം ഉണ്ടായിരുന്നു, ഇതിലെന്ന് നിങ്ങളും സമ്മതിക്കില്ല, നമ്മൾക്ക് അതിനുള്ള എവിഡൻസ് ഒന്നും ഇല്ല താനും. അപ്പോൾ വർഗീയ ടീച്ചറമ്മ എന്ന് വിളിക്കുന്ന നിലവാരത്തിൽ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുവന്ന് എത്തിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഷാഫി പറമ്പിലിനെ പ്രതിസ്ഥാനത്ത് നിർത്തി ഇത്തരം ഒരു ആരോപണത്തിന് ശൈലജ ടീച്ചറെ പോലെ ഒരാൾ നിൽക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടല്ലേ ഷാഫി പറമ്പിൽ അവർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചത്. ഷാഫി പറമ്പിൽ ബോധപൂർവമായി വർഗീയ പ്രചരണം നടത്തുന്നു എന്ന് പറയുന്നു ഒരു ഭാഗത്ത്. അതുകൂടാതെ ശൈലജ ടീച്ചറെ വ്യക്തിപരമായി അവരുടെ സ്ത്രീത്വത്തെ പോലും അധിക്ഷേപിക്കുന്ന തരത്തിൽ ഷാഫി പറമ്പിൽ പ്രചരണ പ്രവർത്തനം നടത്തുമെന്ന് പറഞ്ഞത് ശൈലജ ടീച്ചറാ. ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞു വീഡിയോ ഉണ്ടെന്ന്, പിന്നീട് അവർ തന്നെ വീഡിയോ ഇല്ല എന്ന് നിഷേധിക്കുന്നു. വീഡിയോ അല്ല, ടീച്ചർ പിക്ചർ എന്നാ പറഞ്ഞ അനുവേ, വസ്തുതാവിരുദ്ധമായി പറയരുത്, എന്തെങ്കിലും തരികിട പറഞ്ഞ് പോകാമെന്ന് ധരിക്കരുത്. ടീച്ചറുടെ പ്രസംഗം പൂർണ്ണമായി ഇവിടെ കേൾപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. വെറുതെ എന്തെങ്കിലും ഇത്തരം ചർച്ചയിൽ വന്നിട്ട് പ്രചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഫേക്ക് വീഡിയോസ് അവൈലബിൾ ആണ്. ഫേക്ക് വീഡിയോസും ഫോർൺ ഓഫ് പിക്ചറും എന്നാണ് പറഞ്ഞത്. വളരെ വ്യക്തമാണ് ടീച്ചറുടെ. ഇവിടെ ആ പത്രസമ്മേളനം പൂർണ്ണമായി വേണമെങ്കിൽ നിഷാദിന് കാണിക്കാം. അവിടെ അല്ലല്ല, അതിൽ നിന്ന് അവർ പിന്നോട്ട് പോയി എന്നുള്ള വാദം തെറ്റാണ്. അതിൽ നിന്ന് പിന്നോട്ട് പോയി എന്നുള്ള വാദം തെറ്റാണ്. അങ്ങനെ ഉരുളണ്ട. നിങ്ങളുടെ ടീച്ചറമ്മയെ ഇന്ന് വീണ്ടും എന്നാണ് വർഗീയമ്മ എന്ന് വിളിച്ചിരിക്കുക. എന്ത് അധ്യക്ഷനാണ് ഈ? രാഹുൽ മാക്കൂട്ടമാണ് വടകരയിലെ പ്രവർത്തനങ്ങൾക്ക്, തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. അനൂപിനെ അറിയാത്താണോ? അനൂപ് സംഘടന അനൂപ് പറയൂ. അതായത് ഷാഫി പറമ്പിലിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ KK ശൈലജയെ വർഗീയ ടീച്ചറമ്മ എന്ന് വിളിച്ചിരിക്കുകയാണ്. ആ നിലയ്ക്കുള്ള പ്രതികരണം നമ്മൾ അപ്പുറത്തുനിന്ന് ഷാഫിക്കെതിരെ കണ്ടില്ല. ഷാഫി വർഗീയവാദിയാണ് എന്ന് പറയുന്ന ആരെ അപ്പുറത്തുനിന്ന് കണ്ടില്ല. ഷാഫി പറമ്പിൽ തന്നെയാണ് ഇത്തരം പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഷാഫി പറമ്പിൽ ഈ പറയുന്ന ഇവർക്കെതിരെ വീഡിയോ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത് ഷാഫി പറമ്പിലിനെ കൂടി പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടല്ലേ? ഇത് വളരെ കൃത്യമായി ഷാഫി പറമ്പിൽ ഇവിടേക്ക് സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കപ്പെടുമ്പോൾ മുരളീധരൻ ഇല്ലാത്ത, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇല്ലാത്ത എന്ത് അധിക ബാധ്യതയാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന താങ്കൾ അത് ഈ വിവാദം ഈ തെരഞ്ഞെടുപ്പിലെ ഒരു സവിശേഷ സംഗതിയാണ്. അപ്പോൾ അതിലെ സ്ഥാനാർത്ഥിക്ക് അതിനെ തള്ളിപ്പറയാനുള്ള ബാധ്യത ഉണ്ടോ എന്നാണ് ചോദ്യം. അതായത് നമ്മൾ കാണുന്നത് ഈ നിലയ്ക്കുള്ള സംഗതികളുടെ ഒരു വലിയ തോതിലുള്ള ഒരു പെരുക്കം കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ അത് വടകരയിലാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വടകരയിലെ സ്ഥാനാർത്ഥി അതിനെ തള്ളിപ്പറയുന്നുണ്ടോ എന്നതാണ് ക്വസ്റ്റ്യൻ തോന്നുന്നു.